ഹലോ മക്കളെ, ക്ലാസ് 8 മാത്സ് ചാപ്റ്റർ 5 മണി മാത്സിലെ അനദർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 5. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കാണുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതായത് ഹാഫ് ഇയർലി, ക്വാർട്ടർലിയൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ആ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാൽക്കുലേഷൻസ് ആ പ്രോബ്ലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയാൽ പറയും ഇങ്ങനെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടാൽ മതി എന്ന് പറയും, അല്ലേ? അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ തന്നെ ഗുണിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ടീച്ചറിനോട് ചോദിക്കുക, ടീച്ചർ ഇങ്ങനെ ഇത്രയും ഗുണിച്ച് എൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ടോ ഇല്ല എന്നുള്ളത് ടീച്ചറിനോട് കൂടി ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന കണക്കും അത്രയ്ക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളതാണ്. അപ്പോൾ ചിലതൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം, ചിലതൊക്കെ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ആദ്യം കണ്ടെത്താം, ദെൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം നമ്മൾ ഉത്തരം ശരിയാണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയും സാറ് പറയും. പക്ഷേ ഈ ഒരു എപ്പിസോഡിലെ ഒരു കണക്കുകളും നമ്മൾ എന്ത് ചെയ്യില്ല, മൾട്ടിപ്ലൈ ചെയ്യില്ല. മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ നോക്ക്, ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നേ പറയുള്ളൂ. ബാക്കി നിങ്ങൾ തനിയെ ചെയ്യണം. ഓക്കെ, ക്ലിയർ? കാരണം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒത്തിരി നേരം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുത്തു, സാറ് കാണിച്ചു തന്നു. അതേപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ആണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു കമ്പനി 2010 ഒരു കമ്പനി മൊബൈൽ ഫോൺ ഉണ്ടാക്കി. അതായത് അവരുണ്ടാക്കിയ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് 100 മൊബൈൽ ഫോണാണ്. എത്ര മൊബൈൽ ഫോണാണ്? 100 മൊബൈൽ ഫോണാണ് അവരുണ്ടാക്കിയത്. ഒരു മൊബൈൽ ഫോണിന് അവർ വാങ്ങിച്ച ക്യാഷ് എന്ന് പറയുന്നത് 2000 രൂപയാണ് എന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 2010 ഇവർ എത്ര രൂപയുടെ മൊബൈലാണ് വിറ്റത്? 2000 × 100. കണ്ടോ? അപ്പോൾ 2010 എത്രയാണ്? 2 ലക്ഷം രൂപയുടെ മൊബൈലാണ് 2010 ഇവർ എന്താണ് വിറ്റത്? 2 ലക്ഷം രൂപയുടെ മൊബൈലാണ് വിറ്റത്. ഓക്കെ, ഇവിടെ 2012 ആയപ്പോൾ ഇവർ കഴിഞ്ഞ ആ 2010 വിറ്റുകൊണ്ടിരുന്ന ആ 2 ലക്ഷം രൂപ ഉണ്ടല്ലോ, 2 ലക്ഷം രൂപ അതെന്നുള്ളത് ഒരു 10% കൂട്ടി. അതായത് അതിൻ്റെ റേറ്റ് ഒരു 10% ഒരു കൂട്ടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു 10% കൂടി എന്ന് പറയുമ്പോൾ 2 ലക്ഷം ഓക്കെ ഇൻറ്റു 10/100 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20,000 രൂപ കൂടി. അപ്പോൾ എത്ര എമൗണ്ട് എന്നറിയോ? 2,20,000 രൂപയായി. അതായത് 2010 നിങ്ങൾ 100 മൊബൈൽ വാങ്ങാൻ 2 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ 2012 ആയപ്പോൾ നിങ്ങൾ അതേ 100 മൊബൈൽ വാങ്ങാൻ 2,20,000 രൂപ കൊടുക്കണം. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ 10% വില കൂടി. 10% വില കൂടി. ഇനി നിങ്ങളൊരു കാറ് വാങ്ങിച്ചു. നിങ്ങൾ വാങ്ങിച്ച കാറിന്റെ വില എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ക്ലിയർ? 4 ലക്ഷം രൂപയാണ് നിങ്ങൾ വാങ്ങിച്ച കാറിന്റെ വാല്യൂ. ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും കാറിന്റെ വില എന്താണ്? കുറഞ്ഞുകൊണ്ടേയിരിക്കണം. ഓരോ വർഷം 10% വെച്ച് കുറഞ്ഞു. അപ്പോൾ 2010 നിങ്ങളൊരു കാറ് വാങ്ങി 4 ലക്ഷം രൂപക്ക്. 2011 അതിന്റെ 10% വില കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000 രൂപ എന്താണ് കുറഞ്ഞു. അപ്പം 3,60,000 രൂപയായി. കണ്ട? 2012 വന്നപ്പോൾ വീണ്ടും 10% കുറഞ്ഞു. അപ്പോൾ 36,000 രൂപ കുറഞ്ഞു. 10%. അപ്പോൾ എത്രയായി? 6 9 6 4 10 ശിഷ്ടം 1 4 2 3,24,000 രൂപ. അതായത് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, മൊബൈൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പിന്നെ വെക്കുമ്പോൾ നമുക്ക് ആ വാങ്ങിയ പൈസ പോലും കിട്ടില്ല. അപ്പോൾ എല്ലാ വർഷവും ഒരു നിശ്ചിത എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കണം അതിൻ്റെ വാല്യൂ. അതുപോലെ ചില കാര്യങ്ങളിൽ എന്താണ്? വില കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങിച്ചു, ഈ വിലയായിരിക്കില്ല 2 വർഷം കഴിയുമ്പോൾ വേറെ വിലയായിരിക്കും, വില കൂടിയിട്ടുണ്ടാവും. അങ്ങനെ ചില സാധനങ്ങൾക്ക് വില കൂടും, ചില സാധനങ്ങൾക്ക് എന്താണ്? വില കുറയും. അപ്പോൾ നമ്മൾ ശതമാന കണക്കിൽ പറയുകയാണെങ്കിൽ ചില സാധനങ്ങൾ 10% വെച്ച് എല്ലാ വർഷവും കൂടുന്നു, ചില സാധനങ്ങൾ 10% വെച്ച് എല്ലാ വർഷവും കുറയുന്നു. അപ്പോൾ 10% വെച്ച് കൂടുമ്പോൾ നമ്മൾ ഇൻക്രീസിങ് എന്ന് പറയും. എന്താണ്? ഇൻക്രീസിങ്. ഇപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ മൊബൈലിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസിങ്. രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ വാങ്ങിച്ച കാറിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡിക്രീസിങ്. അപ്പോൾ ഇൻക്രീസിങ്, ഡിക്രീസിങ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ഇതാണ്. അതായത്
ഒരു കമ്പനി, ആ കമ്പനി ഉണ്ടാക്കിയ മൊബൈൽ എന്ന് പറയുന്നത് 7 കോടിയാണ്. 7 crore. 7 കോടി രൂപയുടെ മൊബൈലാണ് ഈ കമ്പനി ഉണ്ടാക്കിയത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 94 എടുക്കുക. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് എ കമ്പനി മാനുഫാക്ചറിംഗ് മൊബൈൽ ഫോൺ ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ ബൈ 20% every year. In 2014 it made about 7 crore phone. 2014 7 കോടി ഫോണുകളാണ് ഉണ്ടാക്കിയത്. ഓക്കെ, ഹൗ മെനി ഹാൻഡ്സെറ്റ് ഡസ് ഇറ്റ് എക്സ്പെക്ട് ടു പ്രൊഡ്യൂസ് ഇൻ 2008? ഇങ്ങനെയാണെങ്കിൽ 2018 എത്ര എണ്ണം ഉണ്ടാക്കും? 2014 7 കോടി ഫോണുകൾ ഉണ്ടാക്കിയ ഇവര് 2018 എത്ര കോടി ഫോണുകൾ ഉണ്ടാക്കും? ഓരോ വർഷവും 20% ഫോണുകളുടെ എണ്ണം കൂടുന്നു, ഇൻക്രീസിങ്. മനസ്സിലായോ? ഓരോ വർഷവും 20% ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ 7 കോടിയുടെ 20% അടുത്ത വർഷം കൂടും. ഇപ്പൊ 2014 7 കോടി. ഓക്കെ, 2015 എന്ന് പറയുന്നത് 7 കോടി ഫോണുകൾ പ്ലസ് 7 കോടിയുടെ 20%. അതായത് 7 കോടി 20% എന്ന് പറഞ്ഞാൽ എത്ര വരും? നമുക്ക് നോക്കാം. ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി അല്ലേ? ഇതാണ് 7 കോടി. ഈ 7 കോടിയുടെ 20% എന്ന് പറഞ്ഞാൽ 20/100. 0 ചുറ്റിപ്പോയി 7 × 2 ചെയ്യുമ്പോൾ 14. പിന്നെ 1, 2, 3, 4, 5, 6 0, 3, 2. എത്ര വരും എന്ന് പറയോ? 14. കണ്ടോ? ഒറ്റ 10, 100, 1000, 10,000. ഒറ്റ 10, 100, ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, 14 ലക്ഷം. എത്രയാണ്? 14 ലക്ഷം എന്താണ് ഫോണുകളാണ് എക്സ്ട്രാ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് 7 കോടി 2014 ഉൽപ്പാദിപ്പിച്ചു. 2015 പിറ്റേ വർഷം ആ നമ്മൾ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ 20% കൂട്ടി. മനസ്സിലായോ? 10% 7 ലക്ഷം, 20% 14 ലക്ഷം ഫോണുകൾ കൂടി എക്സ്ട്രാ നമ്മൾ 2015 നിർമ്മിച്ചു. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 2015 16 17 അല്ല, 2018 എത്ര നിർമ്മിച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിച്ച കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ അതേ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഇസ് ഈക്വൽ ടു P × 1 + rate/100 ഹോൾ റൈസ് ടു n. ഇതാണ് നമുക്കറിയാവുന്ന ഇക്വേഷൻ അല്ലേ? ഇപ്പോൾ ഇവിടെ എമൗണ്ടിൻ്റെ സ്ഥലത്ത് നമുക്ക് ഇതിൻ്റെ ഉത്തരമാണ് വരേണ്ടത്. പിയുടെ സ്ഥലത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് 7 കോടി. 7 കോടി കോടി എന്ന് വിളിച്ചാൽ മതി. ഇൻറ്റു 1 + റേറ്റ്. റേറ്റ് എന്ന് പറയുന്ന സമയത്ത് എത്ര ശതമാനമാണ് കൂടിയത്? 20%. അപ്പോൾ 20/100. എത്ര വർഷം? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 2014 മുതൽ 2018 വരെ 4 വർഷം കഴിഞ്ഞിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ചോദിച്ചേക്കണം. അപ്പോൾ 2014 കഴിഞ്ഞ് 15 വരുമ്പോൾ 1 വർഷം, 16 വരുമ്പോൾ 2 വർഷം, 17 വരുമ്പോൾ 3 വർഷം, 18 വരുമ്പോൾ 4 വർഷം. അപ്പോൾ എന്നിൽ നിങ്ങൾ 4 എന്ന് കൊടുക്കണം. ഒന്നുകൂടി പറയാം സാറ്. ആദ്യം പിയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം? എത്ര രൂപയാണ് 2014 എത്ര മൊബൈലാണ് ഉണ്ടാക്കിയത്? 7 കോടി ഇൻറ്റു 1 + റേറ്റ്. റേറ്റിന് പകരം എന്ത് കൊടുക്കണം? 20%. അപ്പോൾ 20/100 ഹോൾ റൈസ് ടു n പകരം എന്ത് കൊടുക്കണം? 4. എങ്ങനെയാണ് 4 കിട്ടിയത്? 2014 മുതൽ 2018 വരെ 4 വർഷങ്ങൾ. അപ്പോൾ 4 എന്ന് കൊടുത്തു. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുകയാണ് എന്താണെന്നറിയോ? യൂസ് എ കാൽക്കുലേറ്റർ ടു കമ്പ്യൂട്ട് ദിസ് എന്ന്. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടെത്താൻ, അല്ലാതെ നിങ്ങളോട് ഗുണിക്കാനല്ല പറഞ്ഞത്. നമുക്ക് നോക്കാം. സീക്വൽ ടു 7 × 100 × 1 100 പ്ലസ് എന്താണ് 20 ഡിവൈഡ് ബൈ 100 ഹോൾ റേസ് ടു എന്താണ് 4 അല്ലേ? സോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? 7 × 7 കോടിയാണ് കേട്ടോ. 7 എന്ന് ഉദ്ദേശിക്കുന്നത് 7 കോടിയാണ്. 100 + 20 100 + 20 4 തവണ ഡിവൈഡ് ബൈ 100 4 തവണ 100 × 100 × 100 × 100. കണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെ വന്ന സാറ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. 2 തവണയായിട്ട് സ്പ്ലിറ്റപ്പ് എഴുതണം. അപ്പോൾ 7 × 100 + 20 ഹോൾ സ്ക്വയർ ഇൻറ്റു 100 + 20 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 × 100 × 100 × 100.
കിട്ടിയോ? അപ്പോൾ ഇവിടെ 7 കോടിയാണല്ലോ. 7 കോടീനെ നമുക്ക് 7 കോടിയുടെ പൂജ്യങ്ങളൊക്കെ ചേർത്ത് എഴുതാം. 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 പൂജ്യം വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, ഈ 0 ഇത് 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 വെട്ടിപ്പോയി. ഓൺലി 10 മാത്രം അവസാനം. ക്ലിയർ? യെസ്. അപ്പോൾ ഇവിടെ വന്നത് ഇങ്ങനെയാണ്. 7 × 100 + 20 ഹോൾ സ്ക്വയർ × 100 + 20 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 10. മനസ്സിലായോ? ഇനി 100 + 20 ഹോൾ സ്ക്വയർ സാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത് നമുക്ക് ചെയ്യാം. ആദ്യം 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10000. ഓക്കെ, പ്ലസ് പിന്നെ 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4, 400. ഓക്കെ, ദെൻ 2 × ഇത് × ഇത്. 100 × 20 എത്രയാ? 100 × 2 എത്രയാണ്? 200 × 0 2000. അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 4000. സോ 0 0 4 4 1 14400. അപ്പോൾ അത് നമ്മൾ ഉത്തരമായിട്ട് എഴുതുമ്പോൾ എന്താണ് പറയുക? 7 × ഇതിൻ്റെ സ്ക്വയറാണ് നമ്മൾ കിട്ടിയേക്കണം. 14400 രൂപ × 14400 രൂപ ഡിവൈഡ് ബൈ 10. അപ്പോൾ ഇത് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം 0 നിങ്ങൾ നോക്കണ്ട. ഈ 0 വെട്ടിപ്പോയി. അപ്പോൾ ഇതിനകത്ത് ഈ 144 ഇവിടെയുള്ള ഈ 144 നമ്മൾ ഗുണിക്കുക. അപ്പോൾ ഇവിടെ ഒരു 2 0 ഉണ്ട്, ഇവിടെ ഒരു 0 ബാക്കിയുണ്ട്. അത് അവസാനം കൊണ്ടുവന്ന് ചേർത്താൽ മതി. അപ്പോൾ 144 × 144 അതാണ് ചെയ്യുന്നത്. 4 16 6 ശിഷ്ടം 1 4 16 അല്ലേ? 16 1 17 7 ശിഷ്ടം 1 1 4 1 5. ഇനി ചെയ്യാൻ പോണത് 4 വെച്ച് തന്നെയാണ്. അപ്പോൾ 4 16 6 ശിഷ്ടം 1 4 16 17 7 ശിഷ്ടം 1 1 4 4 1 5. ഓക്കെ, ഇതിനെ 1 വെച്ചാണ്. 1 4 4 1 4 4 1 1 എല്ലാവരുടെയും കൂട്ടുക. 6 6 12 1 13 3 ശിഷ്ടം 1 5 5 10 7 17 7 ശിഷ്ടം 1 4 5 5 10 0 ശിഷ്ടം 1 20. ഓക്കെ, അപ്പോൾ ഇനി എല്ലാ പ്രോബ്ലംസ് ആരെങ്കിലും ഗുണിച്ച് കാണിച്ചു തരില്ല. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഗുണിച്ചെടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് ആൻസർ വരിക? 7 × 20 736. പിന്നെ നമ്മൾ ഇവിടുന്ന് എടുക്കാതെ പോയ 2 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ 2 0 ചേർത്തു, ഒരു 0 ചേർത്തു. ഓക്കെ, ഇനി നിങ്ങൾ ഗുണിച്ചു കഴിഞ്ഞാൽ അതാണ് ആൻസർ. അപ്പോൾ ഈ 3 0 നിങ്ങൾ ഗുണനത്തിൽ എടുക്കേണ്ട, അവസാനം ചേർത്താൽ മതി. ഈ ഒരു സംഖ്യനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 7 42 2 ശിഷ്ടം 4 3 7 21 4 25 5 ശിഷ്ടം 2 അല്ലേ? 6 7 42 2 ശിഷ്ടം 4 3 7 21 4 25 5 ശിഷ്ടം 2 7 7 49 2 50 51 1 ശിഷ്ടം 5 7 0 0. അപ്പോൾ 5 ഇറക്കി എഴുതി. 7 2 14. സോ ദ ഫൈനൽ ആൻസർ ഈസ് 14 51 5 2 3 0. അതായത് 14,51,52,000 മൊബൈലായിരിക്കും നിങ്ങൾ 2018 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്യാം. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 144 × 144 എന്ന് പറഞ്ഞത് ഇത് വരും. ഓക്കെ, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 100ഉം 20ഉം കൂടി ആദ്യം കൂട്ടാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 120 ആയിരിക്കും. ഓക്കെ, 120. എന്നിട്ട് ആ 120ന് കാൽക്കുലേറ്റർ ഉപയോഗിച്ചാണ് ചെയ്യണമെങ്കിൽ 100 + 20 എത്രയാണ്? 120. 120 4 തവണ ഗുണിക്കണം ആദ്യം. ഓക്കെ, ദെൻ ഇവിടുത്തെ പൂജ്യങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് ഇവിടെ 7 ഉണ്ട്, താഴെ ഒരു 10 ഉണ്ട്. അത് ഓർമ്മ വേണം. 120നെ 4 തവണ ഗുണിക്കാം. സാറ് ഗുണിക്കാൻ പോകും. 120 × 120 × 120 × 120. അപ്പോൾ കിട്ടാൻ നമ്മുടെ സംഖ്യ എന്ന് പറഞ്ഞാലേ 20 736 കഴിഞ്ഞിട്ട് 4 0 കിട്ടും. ഓക്കെ, നിങ്ങളിത് കാൽക്കുലേറ്റർ ഗുണിക്കുമ്പോൾ 20 376 പിന്നെന്താണ് 1 2 3 4 0 അല്ലേ? പിന്നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പോൾ ഒരു 0 പോയി. പിന്നെ നിങ്ങളുടെ മുന്നിലുള്ളത് ഇതിനെ 7 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് × 7 ചെയ്യുക. ഓക്കെ, ഡിവൈഡർ ബൈ 10 ചെയ്യുക. അപ്പോൾ × 7 ചെയ്താൽ നിങ്ങൾ × 7 ചെയ്താൽ കാരണം 0 വെച്ച് കളഞ്ഞു. അപ്പോൾ 14,51,52,000 രൂപ. 14,51,52,000 കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാലും സെയിം ആൻസർ തന്നെ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മുടെ എക്സസൈസുകൾ നമുക്ക് എടുക്കാം. പേജ് നമ്പർ
95 എടുക്കുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് എക്സസൈസിൽ ഫസ്റ്റ് എക്സസൈസ് പറയുന്നത് എ റിപ്പോർട്ട് എസ്റ്റിമേറ്റ് ഇ വേസ്റ്റ് ഇൻക്രീസിങ് ബൈ 50% എവറി ഇയർ ആൻഡ് ദ ഇ വേസ്റ്റ് ഇൻ 2014 ഈസ് അബൌട്ട് 9 crore ton. വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് എമൗണ്ട് ഓഫ് ഇ വേസ്റ്റ് ഇൻ 2020? സംഭവം നമ്മൾ ഇത്രയേ ഉള്ളൂ. 2014 നമ്മളുടെ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെയും മറ്റ് സാധനങ്ങളുടെയൊക്കെ വേസ്റ്റ് എന്ന് പറയുന്നത് 9 കോടി ടണ്ണായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ 9 കോടി ടൺ അതൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 9 കോടി എന്ന് എഴുതിയാൽ മതി കേട്ടോ. അതിൻ്റെ 0 ഒന്നും ചേർത്ത് എഴുതേണ്ട ആവശ്യമില്ല. ടണ്ണായിരുന്നു. വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് എമൗണ്ട് ഇ വേസ്റ്റ് ഇൻ 2020? 2020 എത്രയായിരിക്കും? അപ്പോൾ ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ട്. റേറ്റ് 15%. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് 15% ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പി ആയിട്ട് എടുക്കേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പോലെ ഇവിടെ പി ആയിട്ട് എടുക്കേണ്ടത് 2014 9 crore. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, 9 crore tons, 9 എന്ന് എഴുതിയാൽ മതി. ദെൻ 2020 എത്രയായിരിക്കും എന്ന് പറയുമ്പോൾ ഇത് 2014 ഓക്കെ. 2020 എന്ന് പറയുമ്പോൾ എത്ര വർഷം കൂടി? 14 എങ്ങനെ 20 ആവും? 6 വർഷം കൂടി. അപ്പോൾ ദാറ്റ് മീൻസ് n is equal to 6. എന്നിൻ്റെ വില 6 എന്ന് എടുക്കാം. സോ it is equal to p into 1 plus rate by 100 whole raised to n. ഈ ഫോമിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 9 കോടി, ഇത് കോടിയാണ്, നമ്മൾ 9 എന്ന് എഴുതുന്നുള്ളൂ, കോടിയാണെന്ന് മനസ്സിലാക്കുക. ഇൻറ്റു 1 പ്ലസ് എന്താണ് റേറ്റ്. റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 15%. 15/100 ഹോൾ റേസ് ടു 6 സിക്കൽ ടു 9 ഇൻറ്റു ഇത് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ 100 പ്ലസ് 15 ഡിവൈഡ് ബൈ 100 ഹോൾ റേസ് ടു 6 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 115 115/100 ഹോൾ റേസ് ടു 6. ഇപ്പോൾ ഇവിടെ ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുക. അല്ല, നിങ്ങൾ സാധാരണ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ 100 പ്ലസ് 15 എത്ര പ്രാവശ്യം വരുന്നത്? 6 പ്രാവശ്യം വരുന്നത്. അപ്പോൾ 2 പ്രാവശ്യം വരുന്നത് ആദ്യം. അതായത് സാധാരണ നോർമൽ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ എഴുതണം: 100 പ്ലസ് 15 ഹോൾ സ്ക്വയർ, വീണ്ടും 100 പ്ലസ് 15 ഹോൾ സ്ക്വയർ, വീണ്ടും 100 പ്ലസ് 15 ഹോൾ സ്ക്വയർ. അതായത് 2 2 2 2 2 4 2 6 തവണ. എന്നിട്ട് ഇത് സാധാരണ സാറ് പഠിപ്പിച്ച പോലെ മെത്തേഡിൽ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. അത് തന്നെ പിന്നെയും ഗുണിക്കുക, അത് തന്നെ പിന്നെയും ഗുണിക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ആൻസർ ഗുണിച്ച് കണ്ടെത്താം. അല്ലാന്നുണ്ടെങ്കിൽ 115 6 തവണ ഗുണിക്കുക. ഇതിങ്ങനെ 9 ഇൻറ്റു 115 ഇൻറ്റു 115 ഇൻറ്റു 115 ഇൻറ്റു 115 കണ്ടോ, ഡിവൈഡ് ബൈ 100 6 തവണ. 100 ഇൻറ്റു 100 ഇൻറ്റു 100 ഇൻറ്റു 100 ഇൻറ്റു 100 ഇൻറ്റു 100 1 2 3 4 5 6. സോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആൻസർ നോക്കാം നമുക്ക്. ഓക്കെ, കാൽക്കുലേറ്റർ സെർച്ച് ചെയ്യുമ്പോൾ 115 ഇൻറ്റു 115 ഇൻറ്റു 2 കഴിഞ്ഞു, 115 ഇൻറ്റു 3 കഴിഞ്ഞു, 115 ഇൻറ്റു 4 കഴിഞ്ഞു, 115 ഇൻറ്റു 5 കഴിഞ്ഞു, 115. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്ററിൽ 9 ഇൻറ്റു 23 1 3 0 6 0 76 56 25. ഓ, വലിയൊരു സംഖ്യയാണ് കിട്ടുക കണ്ടോ. ഡിവൈഡഡ് ബൈ എത്ര തവണ 100 കൊണ്ട് ഗുണിക്കണം, ഹരിക്കണം. ഇനി ഇതിന് 9 കൊണ്ട് ഗുണിക്കണം. അപ്പം ഇൻറ്റു 9. സോ 100 താഴെ കിട്ടാം. 100 6 പ്രാവശ്യം ഉണ്ട്. ഇത് നിങ്ങൾ 9 ഗുണിച്ചപ്പോൾ കിട്ടിയ സംഖ്യ നമ്മൾ 8 20 8 1 7 5 4 6 8 9 0 6 2 5 ഡിവൈഡ് ബൈ 6 0 എന്ന് പറഞ്ഞാൽ 6 സ്ഥലം എനിക്ക് 1 2 3 4 5 6 കണ്ടോ. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി കണ്ടോ. അപ്പോൾ ഇവിടെ 115 ഇത്രയും കിട്ടി. 1 2 3 4 5 6. ഓക്കെ, ഇവിടെ 0 കൂടിയുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ നമ്മളിതിനെ ടണ്ണാണ്. ടണ്ണൊന്നും നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമുക്ക് ഇതിനെ ചെറുതാക്കിയിട്ട്, ഏറ്റവും ചെറുതാക്കിയിട്ട് 2 അക്കം പറഞ്ഞാൽ മതി. ഇവിടുത്തെ 20.8 ഈ 71 ഒഴുക്ക് 2 ടൺ
കോടി ക്രോർ ടൺ. ഓക്കെ, അപ്പോൾ 20.82 കോടി ടൺ എന്ന് പറഞ്ഞാൽ മതി ഈ ലാസ്റ്റത്തുള്ളത്. ഇത് കാൽക്കുലേറ്ററിലേ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റേ രീതിയിൽ ചെയ്യണമെങ്കിൽ കുറേ ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ആ പകുതി ചിലപ്പോൾ നിങ്ങൾ അവിടെ വരെ എത്തിയ ടീച്ചർ നിങ്ങൾക്ക് മാർക്ക് തരും. ഫൈനൽ ആൻസർ നോക്കാൻ നിങ്ങൾ നിൽക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, എ ടി വി മാനുഫാക്ചർ റെഡ്യൂസസ് ദ പ്രൈസ് ഓഫ് എ പെർട്ടിക്കുലർ മോഡൽ ബൈ 5% എവറി ഇയർ. എല്ലാ വർഷവും ഒരു മോഡലിൻ്റെ പ്രൈസ് 5% കുറച്ചുകൊണ്ടിരിക്കുന്നു. ദ കറണ്ട് പ്രൈസ് ഓഫ് ദിസ് മോഡൽ ഈസ് റുപ്പീസ് 8,000. വാട്ട് വുഡ് ബി ദ പ്രൈസ് ആഫ്റ്റർ 3 years? അതായത് ഇപ്പോഴുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 8,000 ആണ്. ഓക്കെ, ഇപ്പോഴുള്ള പ്രൈസ് 8,000 ആണ്. ദ കറണ്ട് പ്രൈസ് ഓഫ് മോഡൽ ഇസ് 8,000. വാട്ട് വുഡ് ബി ദ പ്രൈസ് ആഫ്റ്റർ 3 years? 3 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ n is equal to 3. ഓക്കെ, ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഡിക്രീസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫോർമുലയിൽ ഒരു വ്യത്യാസം വരുത്തണം. 1 പ്ലസ് അല്ല, ഡിക്രീസ് ആണെങ്കിൽ 1 മൈനസ് റേറ്റ് ബൈ 100 ഹോൾ റേസ് ടു n ഈക്വൽ ടു 8,000 ഇൻറ്റു 1 മൈനസ് റേറ്റ്. എത്ര ശതമാനമാണ്? 5% കുറയുന്നു. വളരെ ശ്രദ്ധിക്കണം, 5% ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ മൈനസ് ഇടണം. സോ 5/100 ഹോൾ റേസ് ടു 3 വർഷത്തേക്ക് ഇത് കാണുക. സോ ദിസ് ഇസ് ഈക്വൽ ടു 8,000 ഇൻറ്റു 100. 1 100 മൈനസ് 5 95/100 ഹോൾ ക്യൂബ്. ഇത് ഇതുപോലെ തന്നെ ഇത് 95 3 തവണ ഗുണിക്കുക, ഡിവൈഡ് ബൈ 100 3 തവണ ഗുണിക്കുക. അല്ലെങ്കിൽ സാർ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രോബ്ലം രീതിയിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. അതിൻ്റെ ആൻസർ എന്താണ് എന്ന് വരണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 3 വർഷത്തിന് ശേഷമുള്ള പ്രൈസാണ് നമ്മൾ ചോദിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 95 3 തവണ 95 ഇൻറ്റു 95 ഇൻറ്റു 95. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 0 പെട്ടിക്കളയില്ല. 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി. 8 ഇൻറ്റു 857 375 ബൈ 100 ഇൻറ്റു 10. അപ്പോൾ ആദ്യം ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു 8 ചെയ്യാം. സോ ദ ആൻസർ ഈസ് 6859 30 ബൈ 1000. ഇപ്പോൾ ഇവിടെ 3 0 കണ്ടോ, അത് 1000 എഴുതി സാർ. 0 വെട്ടിപ്പോയി, 0 വെട്ടിപ്പോയി. സോ 6859 രൂപ. 3 വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന ടി വിയുടെ വില എന്ന് പറയുന്നത് വെറും 6859 രൂപ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തത്? നമ്മൾ പീനെ 8,000 ആയിട്ട് എടുത്തു, 8,000 ആയിട്ട് എടുത്തു. നമുക്ക് പറയുന്നത് 3 വർഷങ്ങൾക്ക് ശേഷം, അതായത് 3 വർഷം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ 3 n = 3. റേറ്റ് എന്താണ്? 5%. 5% റേറ്റ്. ദെൻ അങ്ങനെയാണെങ്കിൽ 3 വർഷങ്ങൾക്ക് ശേഷം ഇത് 2,000 ആണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ കുറച്ച് കുറയും, അടുത്ത വർഷം കഴിയുമ്പോൾ വീണ്ടും കുറയും, അടുത്ത വർഷം 3-ാമത്തെ വർഷം കഴിയുമ്പോൾ എന്താണ്, എത്ര കുറയും, എത്ര രൂപ ആ ടി വിക്ക് വിലയുണ്ടാവുമെന്ന് കണ്ടെത്തണം. അപ്പോൾ പിക്ക് നമ്മൾ 8,000 കൊടുത്തു, 1 മൈനസ് റേറ്റിന് 5 കൊടുത്തു, 5/100 ഹോൾ ക്യൂബ്, n-ന് 3 കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ 100 1 × 100 മൈനസ് 5/100 എഴുതിയിട്ട് 100 മൈനസ് 5 ഹോൾ ക്യൂബ് ഒക്കെ കാണാം. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട. 100 മൈനസ് 5 95 ആണ്. 95 3 തവണ ഗുണിക്കുക, ഡിവൈഡ് ബൈ 100 3 തവണ ഗുണിക്കുക, ദെൻ അത് ചെയ്യുക. ഓക്കെ, ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്, ഗുണിക്കാനൊക്കെ ഉണ്ട് ഒത്തിരി. ഓക്കെ, കാൽക്കുലേറ്റർ ഉപയോഗിച്ചാണ് സാർ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫൈനൽ ആൻസർ ഈസ് 6859 രൂപ. ചിലവർ ഇത് 2 വർഷമായിട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്, അത് തെറ്റാണ്. നിങ്ങളിങ്ങനെ ചിന്തിക്കുക. 2000 ജാനുവരിയിൽ നിങ്ങൾ ടി വി വാങ്ങി, 2001 ജാനുവരി വന്നപ്പോൾ 1 വർഷം, 2002 ജാനുവരി വന്നപ്പോൾ 2 വർഷമായി, 2003 ജാനുവരി വന്നപ്പോൾ എന്താണ് 3 വർഷമായി. അപ്പോൾ ഇവിടെ 3% കൂടി, ഇവിടെ 3% കൂടി, ഇവിടെയും 3% കൂടി. അപ്പോൾ 3 തവണയാണ് കൂടിയത്. 3% അല്ല 5%. സോറി, 5%. കിട്ടിയോ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തന്നെ അങ്ങോട്ട് തീരും. ഓക്കെ,
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടൈഗർ ഈസ് അവർ നാഷണൽ അനിമൽ. അറിയാലോ, കടുവയാണ് നമ്മുടെ നാഷണൽ അനിമൽ. അക്കോർഡിംഗ് ടു സ്റ്റാറ്റിസ്റ്റിക്സ് ദ നമ്പർ ഓഫ് ടൈഗർ ഈസ് റിഡ്യൂസ്ഡ് ആനുവലി ബൈ 30%. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം നമ്മുടെ കണക്കുകൾ പറയുന്നത് ഈ കടുവയുടെ എണ്ണം എല്ലാ വർഷവും 30% കുറയാണ്. 3% കുറയാണ്. There are 1,700 tigers in 2011 according to the census of Tiger Protection Authority. Then how many tiger will be there in 2016? അതേ കഥയിലേക്ക് ഒന്നും പോകണം. ഇത്രേ ഉള്ളൂ. കുറച്ച് ടൈഗർ ഉണ്ട്. ടൈഗറിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും 3% വെച്ച് കുറയും. അപ്പോൾ റേറ്റ് നമുക്ക് തന്നേക്കുന്നത് 3% കുറയും. ഡിക്രീസിങ് ആണ്, ശ്രദ്ധിക്കണം, ഡിക്രീസിങ്. അവിടെ ആകെ നിലവിൽ 2011 എത്ര ടൈഗർ ഉണ്ട്? 1700 ടൈഗർ ഉണ്ട്. 1700 ടൈഗർ 2011 ഓക്കെ. എങ്കിൽ 2016 എത്ര ടൈഗർ ഉണ്ടാവും എന്നാണ് ചോദ്യം. കുറയും, ടൈഗറിൻ്റെ എണ്ണം കുറയും. എത്ര ശതമാനം വെച്ച് കുറയും? 3% വെച്ച് കുറയും. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോദിച്ചേക്കണം? 2011 ഡാറ്റ തന്നിട്ട് 2016 ചോദിച്ചേക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എത്ര വർഷമാണ് വരിക? 11 എത്ര കൂടിയാണ് 16 ആവുക? 5. സോ n = 5. ഓക്കെ. സോ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. P × 1 - R / 100 whole raised to n. ശ്രദ്ധിക്കണം, മൈനസ്, ഡിക്രീസിങ്. കടുവയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മൈനസ് ഇടാൻ മറക്കരുത്. സോ പി എന്ന സ്ഥലത്ത് ഇവിടെ എത്രയായിരുന്നു? 2011 1700 × 1 - റേറ്റ് എന്ന് പറഞ്ഞാൽ 3% കുറയുന്നത്. റേസ് ടു എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്ക്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1700 × 100 - 3 എന്ന് പറഞ്ഞാൽ 97 / 100 ഹോൾ റേസ് ടു 5 എന്ന് പറയുമ്പോൾ 1700 × 97 × 97 × 97 × 97 × 97 5 പ്രാവശ്യം കളിക്കും. 1 2 3 4 5 ഡിവൈഡ് ബൈ 100 × 100 × 100 × 5 പ്രാവശ്യം. അപ്പോൾ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ 2 0 ഒരു 100 0 വെട്ടിക്കളഞ്ഞു. അത് പോട്ടെ. ഇനി നമുക്ക് കാൽക്കുലേറ്ററിൽ അതൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അല്ലാണ്ട് ചെയ്യാൻ പഠിക്കണം കേട്ടോ. നമുക്ക് 97 എത്ര പ്രാവശ്യം ഗുണിക്കാം? ശരിക്കും നമ്മൾ അല്ലാണ്ട് ചെയ്യണമെങ്കിൽ 97 2 പ്രാവശ്യം ഗുണിക്കാം. അത് തന്നെ എനിക്ക് ഈ 2 പ്രാവശ്യം ഗുണിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത് 2 കൂടി എഴുതിയിട്ട് ഗുണിച്ചിട്ട് വീണ്ടും 97 കൊണ്ട് ഗുണിക്കണം. 97 × 1 97 × 2 97 × 3 97 × 4 97. 5 പ്രാവശ്യം ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 17 ഇവിടെ ഉണ്ട് × 85 87 3 4 0 2 5 7 ബൈ എത്ര 100 ഉണ്ട്? 1 2 3 400 100/4. ഇതാണ് നമുക്ക് കിട്ടുക. ഇനി 17 കൊണ്ട് ഗുണിക്കണം. × 17. സോ സാർ മുകളിൽ മാച്ചിട്ട് ഉത്തരവില്ല. അവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 4 5 9 8 4 7 4 7 8 4 3 6 9 8 4 3 6 9. ഇതാണ് നമുക്ക് എന്താണ് അവിടെ കിട്ടുക. ക്ലിയർ? ഇവിടെ താഴെ എത്ര 100 ഉണ്ട്? 400 ഉണ്ട്. 100 × 100 × 100 × 100 400 1 2 3 4 5 6 7 8 സാധനം കഴിഞ്ഞ് കുത്തുന്നു. 1 2 3 4 5 6 7 8. അപ്പോൾ അത് ആൻസർ പറഞ്ഞാൽ 14,590.84. അത്ര എടുത്താൽ മതി. അതായത് 2016 1459.8 എന്ന് വെച്ചാൽ 1459 കടുവയെ അവിടെ കാണത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതാണ് ഡിക്രീസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 2 രീതിയിലാണ്. അതായത് ഒന്ന് ഇൻക്രീസിങ്, 2 ഫംഗ്ഷൻ, ഒന്ന് ഇൻക്രീസിങ്, ഒന്ന് എന്താണ് ഡിക്രീസിങ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇൻക്രീസിങ് ആണെങ്കിൽ നമ്മൾ P × 1 + റേറ്റ് ബൈ 100 ഹോൾ റേസ് ടു n എന്നെടുക്കണം. ഓക്കെ. ഡിക്രീസിങ് ആണെങ്കിൽ നമ്മൾ P × 1 - റേറ്റ് ബൈ 100 ഹോൾ റേസ് ടു n എന്നെടുക്കണം. ഓക്കെ. അപ്പോൾ ഇനി ഈ ഒരു പ്രോബ്ലം സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക.
മൾട്ടിപ്ലിക്കേഷൻ വരെയുള്ളതെങ്കിലും നിങ്ങൾ ചെയ്യണം. അപ്പോൾ ബാക്കി അത് മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവിടം വരെ എഴുതിയോണ്ട് ടീച്ചർ മാർക്ക് തരും. അപ്പോൾ ഇത് വിട്ടു പോകരുത്, ഈ 2 ഫോർമുല മാറിപ്പോകരുത്. കൂടുന്നതാണെങ്കിൽ ഒരു സാധനം 2010 ഇത്ര ഉണ്ടായിരുന്നു, 2015 എത്രയാവും? കൂടുന്നു എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ്, കുറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മൈനസ്. മനസ്സിലായല്ലോ? ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും എല്ലാ എക്സസൈസും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ നിന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ചെയ്യും. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങളുടെ വലിയേറെ കമൻറ്റുകൾ താഴെ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.